നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ റെസിപ്പി നോക്കിയാലോ. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കനും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നന്നായി ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഓയിലിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ പീസൊക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ചിക്കനൊക്കെ ഇതാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേറൊരു പാൻ എടുത്ത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 3 മീഡിയം സൈസ് സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. ഇനിതാ നന്നായി സോട്ടായി വന്നിട്ടുള്ള സവാളയിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 വലിയ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി വാടാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക. ഇത് തക്കാളിയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാനത് ലാസ്റ്റാണ് ആഡ് ചെയ്തത്, മറന്നുപോയിട്ട്. നിങ്ങൾ ഈ ടൈമിൽ തന്നെ ചേർത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടും അരച്ചെടുക്കാവുന്നതാണ്. ഞാനിത് ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ആഡ് ചെയ്ത് കുറച്ച് ചില്ലി പൗഡർ മിക്സ് ചെയ്ത് അതിലേക്ക് ഞങ്ങൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല മിക്സ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞങ്ങൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം മസാലയൊക്കെ തിളച്ച് വരുമ്പം ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ചിക്കൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം ഇല്ലാതെയും റെഡിയാക്കാം, പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. അങ്ങനെ ഏകദേശം ബട്ടർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് കസൂരി മേത്തി ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയുടെ ഇലയാണ് കസൂരി മേത്തി. ഇതിടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫ്രഷ് ക്രീമും മല്ലിയിലയും ആഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ ഞങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെയും ഭട്ടൂരയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈവൻ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.